Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SE ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ എസ്സേ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ചാപ്റ്ററിൽ നിന്നാണ്. മാർജിനൽ കോസ്റ്റിംഗ് ചാപ്റ്ററിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ഒരു പ്രോബ്ലം വരാറുള്ളതാണ്. ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ പറയുന്ന BP സെയിൽസ് റിക്വയർഡ് പ്രോഫിറ്റ് ഇത്രയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ പറയും. അതിനുശേഷം അതിൽ ഇത്ര പെർസെൻറ്റേജ് ഇപ്പോൾ ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, ഇത്ര പെർസെൻറ്റേജ് ഡിക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, അങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പ്രോബ്ലം. അതല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് നമുക്കുണ്ട്. അതിൻ്റെ തിയറിയും വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ കോൺട്രിബ്യൂഷൻ ഡീറ്റെയിൽസ് തന്നിട്ടുള്ള രീതിയിലുള്ള കാൽക്കുലേഷൻ ആവാം. അതല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഷട്ട് ഡൗൺ ഡിസിഷൻ, മേക്ക് ഓർ ബൈ ഡിസിഷൻ, ഇതിലേതെങ്കിലും ഒന്നിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ എസ്സേ പ്രതീക്ഷിക്കുന്ന മാർജിനൽ കോസ്റ്റിംഗിൽ നിന്നാണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ എസ്സേ പ്രതീക്ഷിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഒരെണ്ണം അതിൽ നിന്ന് വരും. കൂടുതൽ കണ്ടുവരുന്നത് മെറ്റീരിയൽ വാരിയൻസ് ആണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിൻ്റെ കാൽക്കുലേഷൻ, അതല്ലെങ്കിൽ നെക്സ്റ്റ് ലേബർ, ഈ രണ്ടെണ്ണത്തിനാണ് കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ചില സമയത്ത് മാത്രമാണ് ഈ പറയുന്ന ഓവർ ഹെഡൊക്കെ കൂടുതൽ 3 വെയിറ്റേജിൻ്റെലാണ്. അതുപോലെ തന്നെ ഒരൊറ്റ പ്രാവശ്യം സെയിൽസ് വാരിയൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം കണ്ടുവരുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ മെറ്റീരിയലാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ലേബറും ഓവർ ഹെഡൊക്കെ മാറി മാറി വന്നിട്ടുണ്ട് ചില സമയത്ത് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ടോപ്പിക്ക്. നെക്സ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്ന് കണ്ടുവന്നുള്ളൊരു തിയറി എന്ന് പറയുന്നത് സ്റ്റെപ്സ്. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതിൻ്റെ ബേസിക് തിയറിയും അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് in the installation of standard costing. ഇതൊരു തിയറിയും ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്നും പഠിക്കുക. അതിൻ്റെ ഈ പറയുന്ന തിയറി ടോപ്പിക്ക് നോക്കുക വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി മറ്റൊരു തിയറി ചോദ്യം വന്നിട്ടുള്ളത് ട്രഡീഷണൽ ടെക്നിക്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിയറി വന്നിട്ടുണ്ട്. അത് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ എല്ലാ പ്രാവശ്യം കമ്പൽസറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പ്രോബ്ലം വരുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ആ ചാപ്റ്ററിൽ ഞാൻ ആ ചാപ്റ്ററിൻ്റെ പേര് എന്തെങ്കിലും വയ്ക്കാം, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഈ ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം കമ്പൽസറി ആണ്. അത് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ NPV, IRR ഇതൊക്കെ ഡീറ്റെയിൽസ് വന്നിട്ട് ഒരു പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അത് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ടു ആക്സെപ്റ്റ് ദ പ്രോജക്റ്റ്, ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ പ്രോജക്റ്റ്. അങ്ങനത്തെ ഒരു ടോപ്പിക്, ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഒരു പ്രോബ്ലം കമ്പൽസറി ആണ്. അതല്ലെങ്കിൽ പിന്നെ നമുക്കതിൽ സെൻസിറ്റിവിറ്റി അനാലിസിസ് ഉണ്ട്, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രോബ്ലം ഉണ്ട്, ഡിസിഷൻ ട്രീ ഉണ്ട്, അതിലേതെങ്കിലും ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊരു പ്രോബ്ലം മസ്റ്റായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മെജോറിറ്റി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത്
ഒരു എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ട് ചിലപ്പോൾ അതിൽ NPV IRR ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ആ NPVയുടെ ബേസിലോ അല്ലെങ്കിൽ IRRൻ്റെ ബേസിലോ ഒക്കെ നമ്മൾ 2 പ്രോജക്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക ക്വസ്റ്റ്യനിൽ. പ്രോജക്റ്റ് A, പ്രോജക്റ്റ് B, ഈ രണ്ടെണ്ണത്തിലേറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ അങ്ങനത്തെ ഒരു ടൈപ്പ്. അതല്ലെങ്കിൽ ആ പല മെത്തേഡുകളുണ്ടല്ലോ, ട്രഡീഷണലും അതല്ലാത്തതും, അതിൽ ഏതെങ്കിലും ഒന്നിനെ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം. കൂടുതൽ ഈ പറയുന്ന സെൻസിറ്റിവിറ്റി അനാലിസിസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്രോച്ച്, പ്രോബബിലിറ്റി, അതിലേതെങ്കിലുമൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു essay ടോപ്പിക്. അപ്പോൾ 3 essay എന്ന് പറയുന്നത് പ്രോബ്ലം ആയിട്ട് വരുന്നത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും മാർജിനൽ കോസ്റ്റിംഗ് ഷുവർ പ്രോബ്ലം, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഷുവർ പ്രോബ്ലം, പിന്നെ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ചാപ്റ്ററിലത്തെ ഒരു പ്രോബ്ലം. പിന്നെ ഒരു തിയറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് മാറി വരാതെ ചിലപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ചാപ്റ്ററിലത്തെ തിയറി ഇടാറുണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലത്തെ തിയറി ഇടാറുണ്ട്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് ടോപ്പിക്കിലെ തിയറി ഇടാറുണ്ട്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ essay ടോപ്പിക്സ് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജും പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജ് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.